എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത ദിവസം ഭോജരാജാവ് 25 പടികൾ തടസ്സങ്ങളൊന്നുമില്ലാതെ കയറി ഒടുവിൽ 26ാമത്തെ പ്രതിമയുടെ മുന്നിലെത്തി. അവിടെ നിന്ന് വിദ്യാവതി എന്ന സാലഭഞ്ജിക വിക്രമാദിത്യനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറഞ്ഞു. കാടാറു മാസ സഞ്ചാരത്തിനിടയിൽ വിക്രമാദിത്യ ചക്രവർത്തി ഒരിക്കൽ ചിത്രകൂട പർവ്വതത്തിന്റെ സമീപമെത്തി. അവിടെ അതിസുന്ദരമായൊരു ക്ഷേത്രം കണ്ട് അദ്ദേഹം അതിന് സമീപമെത്തി. സ്ഫടിക സമാനമായ കല്ലുകളാൽ നിർമ്മിതമായ ഗോപുരവും തങ്കശോഭ നൽകുന്ന ശ്രീകോവിൽ മേൽക്കുരയും താഴികക്കുടവുമൊക്കെ ആരുടെയും മനം കവരുന്നതായിരുന്നു. ശ്രീഭദ്രയുടെ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കി വിക്രമാദിത്യൻ വേഗം സമീപത്തുള്ള പുഴയിലിറങ്ങി കുളിച്ച് ദേവീ സ്തോത്രങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചു. അപ്പോഴാണ് ക്ഷേത്രസങ്കേതത്തിൽ കുന്നോളം പൊക്കത്തിൽ ചാരം കൂട്ടിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടത്. അതിനു സമീപം ഒരു സന്യാസി തലയ്ക്കു കൈയും കൊടുത്ത് വിഷണ്ണനായി ഇരിക്കുന്നതും കണ്ടു. ഹേ ഋഷിവര്യ, അങ്ങയുടെ മുഖത്തെ വിഷാദഭാവത്തിന് കാരണമെന്താണ്? വിക്രമാദിത്യൻ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു. തന്റെ മുന്നിൽ അപ്രതീക്ഷിതമായി എത്തിപ്പെട്ട ആഗതനെ കണ്ട് സന്യാസി ഒരു നിമിഷം അമ്പരന്നു. പിന്നെ തന്റെ മനസ്സിനെ അലട്ടുന്ന കാര്യം പറഞ്ഞു. അമ്മയെ ദർശിക്കണമെന്ന് കരുതി ഞാൻ ഈ ക്ഷേത്രസങ്കേതത്തിൽ അനവധി നാൾ യാഗങ്ങൾ നടത്തി വരികയാണ്. എല്ലാം ത്യജിച്ച് ദേവീഭക്തനായി ഈ പുണ്യസവിധത്തിൽ കഴിയുകയാണ് ഞാൻ. പക്ഷേ ഇന്നുവരെ ദേവി പ്രത്യക്ഷപ്പെടുകയോ അനുഗ്രഹിക്കുകയോ ചെയ്തില്ല. ഇനി എന്തിനാണ് ഞാനിങ്ങനെ യാഗവും ഹോമവും കഴിച്ച് കഴിയുന്നതെന്ന് ഓർത്തു പോകുന്നു. മതി, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. മരിച്ചാലെങ്കിലും അമ്മ കനിയുമോ എന്ന് നോക്കാം. താപസന്റെ വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ മെല്ലെ പറഞ്ഞു. മഹാത്മാവേ, അങ്ങയുടെ ശ്രമം പൂർണ്ണമല്ല എന്ന് പറയേണ്ടി വരുന്നു. ഉത്തമ ഭക്തന് നിരാശയില്ല. തൻ്റെ ഭക്തി മാത്രം മതി അവന്. ഒന്നിനും വേണ്ടി അവൻ മോഹിക്കുന്നില്ല. കാരണം യഥാർത്ഥ ഭക്തിയിലൂടെ തൻ്റെ ഉള്ളിലുള്ള സച്ചിദാനന്ദ ഭാവത്തെ അവൻ അനുഭവിച്ചറിയുന്നു. അതിനപ്പുറം മറ്റെന്തു ലക്ഷ്യമാണുള്ളത്? ഈശ്വരനെ തേടിയുള്ള യാത്ര ഈശ്വര ദർശനം പോലെ തന്നെ മഹത്തരമാണ്. ആ യാത്ര ദുരിതമായോ ദുഷ്കരമായോ കാണാതിരിക്കുക. അങ്ങയുടെ പ്രാർത്ഥന തുടരട്ടെ. നിഷ്കാമകർമ്മിയുടെ മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടും. വിക്രമാദിത്യന്റെ വാക്കുകൾ ആ സന്യാസി ആദരവോടെയും അത്ഭുതത്തോടെയും സ്വീകരിച്ചു. സന്യാസി തന്റെ അനുഷ്ഠാനങ്ങൾ തുടർന്നു. അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥ ഭക്തിയിൽ ഭഗവതി സംപ്രീതയാവുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. വിക്രമാദിത്യ ചക്രവർത്തി ധീരനും സാഹസികനുമായിരുന്നെങ്കിലും ഒപ്പം ഒരു നിഷ്കാമ കർമ്മിയുമായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഈ കഥ പറഞ്ഞത്. ജ്ഞാനസാഗരമായിരുന്നു അദ്ദേഹം. ഇങ്ങനെ പറഞ്ഞ് സാലഭഞ്ജിക തന്റെ കഥ അവസാനിപ്പിക്കുകയും ഭോജരാജാവ് അനുചരന്മാരെയും കൂട്ടി സന്ധ്യാവന്ദനത്തിനു വേണ്ടി യാത്രയാവുകയും ചെയ്തു.